ഇവിടുത്തെ പണിയെടുത്തപ്പോൾ എടുത്തിൻ്റെ മതിയായി. ഒരു കാലത്ത് ഇവിടുത്തെ പണി തീരത്തില്ല. എല്ലാത്തിനും കുറ്റം പറയാനാണെങ്കിലും 100 ആൾക്കാരാണ്. എന്നിട്ട് കാണിക്കണ നല്ല ഡ്രസ്സല്ലേ ഈ മെഷീനിലിട്ട് ഇതാക്കാണ്. അത് കൈ കൊണ്ട് അലിക്കിടിട്ടിട്ട് കൈ കൊണ്ട് കുറച്ചു നേരം 3 കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കല്ലേ വേണ്ടു. മെഷീനത്തിലിട്ട് അത് നാശമായി പോകില്ലേ? എന്തേ എനിക്ക് അലക്കാൻ വേണ്ടി പറ്റൂല? എന്റെ ഡ്രസ്സൊന്നും മിഷത്തിലിട്ട് അലക്കാൻ പാടുന്ന പോലെ നിയമമുണ്ട്. നിങ്ങൾക്കൊക്കെ എന്ത് വേണേലും കളിക്കാം അല്ലേ? ഇന്നേ ഇതിനകത്ത് തന്നെ അലക്കാൻ പോകുന്നു. അയ്യോ മോളെ, ഞാൻ അത് ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. അത് പുതിയ ഡ്രസ്സല്ലേ മേടിച്ചിട്ട് അധികം നാളെ ദിവസമായിട്ടില്ലേ. അത് വെറുതെ മിഷീനിലിട്ട് നാശാക്കണ്ടല്ലോ എന്ന് ചേച്ചി പറഞ്ഞതാ. എന്താന്ന് വെച്ചാൽ ചെയ്തോ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നിങ്ങളിങ്ങനെ പുറകെ നടന്ന് ഓരോന്ന് പറഞ്ഞ് മനുഷ്യന്റെ സമാധാനം ഇല്ലാതാവും. എങ്ങോട്ടെങ്കിലും ഒന്ന് പോയി കിട്ടിയാൽ സമാധാനം ആയാലും മനുഷ്യന്. ഞാൻ ശരി, ഞാൻ ഇവിടെ നിൽക്കണമെന്ന് മോൾക്ക് വല്ല സമാധാനം കിടന്നുണ്ടെങ്കിൽ ഞാൻ പോയി തന്നേക്കാം. ഞാനല്ലേ പോവുക. എൻ്റെ സമാധാനം കൊണ്ട് നീ ബുദ്ധിമുട്ടണ്ട. ഞാൻ പോവുക. എങ്ങോട്ടേക്ക് പോ, സമാധാനം കിട്ടണം മനുഷ്യന്. അയ്യോ, ഇതെന്ത് പറ്റി മോളെ? കൈ പൊള്ളിയാ? എന്തിനു ദേഷ്യത്തിന് ഓരോന്ന് ചെയ്യണ കാരണമല്ലേ ഞാൻ പറയാറില്ല. അടുക്കള കയറുമ്പോൾ എപ്പോഴും സൂക്ഷിക്കണം. ചൂടാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇവിടെ അങ്ങോട്ട് ഒരു ഓയിൽമെന്റ് ഇപ്പം ഉണ്ടാവില്ല. നോക്കിയാൽ ഇപ്പം ഇട്ട് എപ്പോഴും ഞാൻ പറയില്ലേ ഇങ്ങനെ ചൂടത്ത് പോകുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. അല്ല, അമ്മ വഴക്കിട്ട് പോയതല്ലേ. അമ്മ തിരിച്ചു വന്ന എനിക്കറിയാം അമ്മ തിരിച്ചു വരുമെന്നല്ലേലും. നീ എങ്ങനെ തിരിച്ചു വരാതിരിക്കണത്? എപ്പോഴും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെന്ന് വരില്ല. ഇനിയൊക്കെ നിന്റെ കാര്യങ്ങൾ നീ ശ്രദ്ധിച്ച് ചെയ്യണം. ഓരോ കാര്യങ്ങൾ ഇതേപോലെ പൊള്ളിച്ചൊക്കെ വെച്ചിട്ട് ഇരുന്ന ആരാ നോക്കാനുള്ളത്? എന്നെ ഇനി പ്രതീക്ഷിക്കൊന്നും വേണ്ട. ഇനിയിപ്പൊ കൈവള്ളിയല്ല അമ്മ. ഇനി ഞാനിനി പണിയെടുക്കണ്ടേ? ഇനി അമ്മ പണിയെടുത്തോട്ടാ. ഇന്നലെ വഴക്കിട്ട് പോയല്ലേ വലിയ കാര്യത്തിൽ. ഇനി എല്ലാ കാലത്തും ഈ അമ്മ ഇവിടെ ഉണ്ടായിരുന്നെന്ന് മോള് വിചാരിക്കണ്ട. നിന്റെ കാര്യം നീ നോക്കട്ടെ. ഫോൺ ബെല്ലടിക്കുന്നുണ്ട്, ഞാനൊന്ന് പോയി നോക്കട്ടെ കേട്ടാ. അതാണ്. ഹലോ. മോളെ, ഞാൻ ഗിരി ചേച്ചിയാണ്. ഗിരി ചേച്ചി, എന്തായി? അവനില്ലേ മോളെ? ഇല്ല ചേച്ചി, ചേട്ടനെ ഒന്ന് എറണാകുളം വരെ ഒരു മീറ്റിംഗ് ആയിട്ട് പോയിരിക്കുക. അതെയോ? എന്തെങ്കിലും ഉണ്ടോ ചേച്ചി? തൊട്ടടുത്ത് ആരും ഇല്ലേ മോളുടെ? വേറെ ആരും ഇല്ല. എന്താ ചേച്ചി? അല്ല, ഞാൻ പറയാൻ പോണ കാര്യം മോള് മനസ്സിനൊരു പാകപ്പെടുത്തിയെടുക്കാൻ ഞാൻ പറയാൻ പോണ കാര്യം. വിഷമിക്കൊന്നും ചെയ്യരുത്. ഞാനും ചേട്ടനിപ്പോൾ അങ്ങോട്ട് വരാം. എന്താ പ്രശ്നം? അതെ, അമ്മക്കൊരു ആക്സിഡന്റ് പറ്റി. മോള് വിഷമിക്കില്ലേ? ധൈര്യമായിട്ട് നിന്നിരിക്കോ നീ? ഇല്ലടാ, അമ്മ നമ്മളെ വിട്ട് പോയടാ. അമ്മ വിട്ട് പോകെ ചേച്ചി എന്തി പറയുന്നത്? അമ്മ ഇപ്പൊ ഇവിടെ നിൽപ്പിട്ട് ഞാൻ ഫോൺ കൊടുക്കാം. ഒരു മിനിറ്റ്. അമ്മേ, അമ്മേ കണ്ടേ ചേച്ചി? അമ്മേ, 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 ഇനി എല്ലാ കാലത്തും ഈ അമ്മ ഇവിടെ ഉണ്ടായിരുന്നെന്ന് മോള് വിചാരിക്കണ്ട. നിന്റെ കാര്യം നീ നോക്കട്ടെ.